യോ 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 വാട്സ്ആപ്പ് ബ്രോ. എൻ്റെ പേര് ആദിത്യൻ. അപ്പം ഞാൻ എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ഇവിടുന്ന് തുടങ്ങുക. വേറൊന്നല്ല, എന്തായാലും എനിക്ക് കുറച്ച് എക്സ്പ്ലോറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതും എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇച്ചിരി വെറൈറ്റിയാ. ഞാൻ അങ്ങോട്ടുള്ള ജേണിയിലെല്ലാം ഓരോന്നോരോന്നായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ അങ്ങോട്ടും നിങ്ങളുടെ കൂടെ തന്നെ കാണും. ഓക്കെ, ഇന്നെന്തുവായാലും നമ്മൾ ഇവിടുത്തെ പരിപാടിയുടെ ലാസ്റ്റ് ഡേ. അപ്പോ അടുത്തതായിട്ട് ഇനി ഇവിടുന്ന് ഇപ്പൊ സമയം 6 മണി. ഭാവരൊന്നും എണീറ്റൊന്നുമില്ല. ഞാൻ ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നേരത്തെ എണീറ്റു, അതെല്ലാം സെറ്റ് ചെയ്തു. കുറച്ച് കാര്യങ്ങളൊക്കെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതങ്ങനെ സെറ്റ് ചെയ്ത്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, അവരെ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഒന്നും നടക്കത്തില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ പ്ലാനിങ്സ് ഒക്കെ നടക്കാൻ വേണ്ടി നമുക്ക് അങ്ങ് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഒരിക്കലും മറക്കാൻ പാടുള്ള കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കയ്യിലുള്ള സമയത്ത് അത് മറന്നത് ശരിയല്ല, തെറ്റായിപ്പോയി. അത് തെറ്റായിപ്പോയി. ആരും അറിയണ്ട, ഞാൻ അറിയാനാരാ, അങ്ങനെ തെറ്റായിപ്പോയി. അങ്ങനെ മറക്കാൻ പാടില്ല. അങ്ങോട്ടാടുമ്പോ എന്തോരും ചെല്ലുമ്പം ചൂടൊക്കെ അല്ലേ, തണുപ്പ് ചൂടുള്ള സമയത്ത് നല്ലതല്ലേ? ആണോ അല്ലയോ? നമ്മളപ്പം അങ്ങോട്ടേക്ക് പോവാ. ഒരു പറഞ്ഞ ഉറങ്ങും, അവരറിഞ്ഞില്ല ഞാൻ പോയി. എനിക്കുമ്പോ എന്നെ തിരക്കും. സർപ്രൈസ് ആണ്. ഇവിടെ എന്തായാലും കഴിക്കാൻ, ഞാൻ എന്തായാലും കട്ടിക്കൊന്നും കഴിക്കുന്നില്ല. ഒരു കോൾഡ് കോഫി കുടിച്ചിട്ട് ഇവിടുത്തെ കാര്യം നല്ല ക്ലിയർ ചെയ്തിട്ട്, ചേട്ടാ ഒരു കോൾഡ് കോഫി. ഗൈസ്, നമ്മളിപ്പോ ഇവിടുന്ന് ഒരു ദൂരെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മല പോലെ കാണാം, കുറെ സാധനങ്ങളും കാണാം. പിന്നെ ഇവിടെ എല്ലാവരോടും ചോദിച്ചപ്പോൾ പറഞ്ഞു അതാണ് ക്ലിഫെന്ന്. പക്ഷെ ക്ലിഫിന്റെ അറ്റത്ത് വരെ ഞാൻ പോയിട്ടുള്ള, അപ്പുറത്തെ വഴി കൂടെ. പക്ഷെ ഞാൻ അവിടെ നിന്ന് പിന്നെ ഒരു വഴി കണ്ടിട്ടില്ല. ശിവര് പറയുന്നത് ഇതിന് നേരെ പോയി കഴിഞ്ഞാ അവിടെ മയില്, പട്ടികള് മനുഷ്യനെ പിടിപ്പിക്കാൻ വേണ്ടി. ഞാൻ പേടിച്ചില്ലേ, ഞാൻ പേടിച്ചെന്ന് അഭിനയിച്ചേ. ആ പുറകിലൊരാൾ നടന്നു വരുന്നുണ്ടോ? ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് നടന്നതാ. ഓപ്പോസിറ്റ് നടന്നിട്ട് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ എൻ്റെ പുറകെ നിൽക്കുന്നു. അതെങ്ങനെ? സാൻഡി ബേ പാർക്കിംഗ്. ഞാൻ ചെന്നാണ്. വേറെ പരിപാടി. പ്രശ്നം എന്താ അറിയോ? ആ ചേട്ടൻ്റെ 1300 രൂപ പൈസ മിസ്സായിപ്പോയി. തപ്പിയാണ് അവിടം വരെ പോയിട്ട് തിരിച്ചു വന്നത്. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ ഓപ്പോസിറ്റ് ഇടുന്ന ആള് അവിടെ വരെ നോക്കാൻ വേണ്ടി പോയതാ. പാവം, വെറുതെ തെറ്റിരിച്ചു. പുള്ളിക്കാരൻ നോക്കിയില്ല, അശ്രദ്ധം പോയായിരിക്കും. 1300 രൂപ പോയെന്നു. സാൻഡി ബേ ബീച്ച് ഇവിടെയാണ്. നമ്മളിപ്പം മൊത്തത്തിൽ ഇപ്പം വർക്കല വന്നിട്ട് ഇതിപ്പം മൂന്നാമത്തെ ദിവസമല്ലേ? അതെ,
കണക്കൂട്ടി. ഫസ്റ്റ് ബെല്ലാക്കാസ എന്ന് പറയുന്നിടത്ത് കൊല്ലത്തുനിന്ന് വൈകിട്ട് വന്ന റൂം എടുത്തല്ലേ. അവിടുന്ന് അടുത്ത ദിവസം ചെക്കൗട്ട് ചെയ്തിട്ട് വർക്കല ക്ലിഫിൽ പോയി റൂം എടുത്തല്ലേ. പിന്നെ അവിടെ അടുത്ത ദിവസം ചെക്കൗട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒന്ന് റൂം എടുത്തല്ലേ. ഇപ്പം ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഇനി അവിടെ ഒന്നും ഇല്ല. ഇനി അവിടെ കിടക്കുന്ന എണ്ണിട്ട് പോയാൽ മതി. ഇവിടെ ഫുള്ള് പട്ടികൾ, അതെന്നെ കടിക്കുമെന്തോ. ഹായ് സാർ, കണ്ടോ? എൻ്റെ പുറകെ പിന്നെ ചാടാൻ വേണ്ടി ക്യാമറ അടിച്ചപ്പോൾ അവിടെ കടന്നു. ഭയങ്കര അഭിനയം. പാലം പോലും ഇല്ലല്ലോ. സംഭവം ഒന്ന് മുറിച്ച് കിടക്കണം. ഷൂ ഇട്ടേക്കുന്ന കോമഡി ആവുമെന്തോ. അറിഞ്ഞൂടാട്ടാ. പെരുന്നാൾ ആവാറായോ? ഞാൻ ഇങ്ങനെ അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഇവിടെ ഇപ്പം വന്നിട്ട് ഇപ്പം 3 ദിവസമായി. ഇപ്പൊ പോവുക നാട്ടിലോട്ട്. ഇപ്പൊ ഇവിടെ ക്ലിഫിലും കൂടെ കയറി. ഇവിടെ ക്ലിഫില്ലേ, അവിടെ കൂടെ കയറി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച്. ഇവിടെ എന്താ ഇപ്പൊ ജോലിക്ക് വന്നേണോ? ജോലി കിട്ടിയ കാശാന്ന് കൊണ്ട് കളഞ്ഞ. എന്താ കഴിച്ച്? വിശക്കുന്നാ? നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോവാ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് വർക്കല ക്ലിഫിലോട്ട്? തോനെയും പോണല്ലേ? നീ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. പോയില്ലേ? അറിഞ്ഞു. നാളെയാണോ തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാള് ആയതുപോലും അറിഞ്ഞില്ല. ഇപ്പൊ ചേട്ടൻ പറയുമ്പോഴേ നാളെ പെരുന്നാളുണ്ട് ഉണ്ടെന്നറിയുന്നു. കാലത്ത് കിട്ടി വെച്ച രാത്രി ഇത് ഫുഡൊന്നും കഴിച്ചില്ല. പക്ഷെ 1300 രൂപ പോയി. നാളെ പെരുന്നാളല്ലേ. പുള്ളിക്കാരൻ്റെ മടിക്കുത്തില്ലാണ്ട് കെട്ടി വെച്ചതാ. അങ്ങനെ മറ്റോ ചോദിച്ച് ഫുഡ് ഇപ്പൊ നമ്മളതാ. അത് പിന്നെ സംസാരിക്കാം. അതെന്താ വെച്ചാൽ പോയി ഒരു 50 രൂപ എടുത്ത് വിട്ട് ഫുഡ് മേടിച്ച് തരാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ട പൈസ മതിയെന്ന് പറഞ്ഞു. ഇതിപ്പോ നമ്മളതാ വർക്കല ക്ലിഫിലെത്തി. ഭയങ്കര ചൂട് കേട്ടോ. ഇതിപ്പം വർക്കലാണ് സന്യാസത്തിൽ വന്നത് നമ്മള്. ആയുഷ് വെൽനസ് ആൻഡ് സ്പാ എന്ന് പറയുമ്പോ എങ്ങനെ തിരുമല്. എനിക്ക് ഇന്നലെ മുതൽ ശരീരം വേദന ഉണ്ട് ചെറുതായി. നമ്പർ ആവശ്യമുള്ളവർ നോട്ട് ചെയ്തോ. ഇന്നലെ മുതൽ ചെറിയ ശരീരം വേദന. ഞാൻ തടവലിന് പോയാലോ എന്ന് ഇങ്ങനെ രാത്രി ഇങ്ങനെ ആലോചിച്ച്. പക്ഷെ രാത്രി പിന്നെ വേറെ ഇല്ലായിരുന്നു. പിന്നെ കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല. പക്ഷെ നമ്മൾ അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ക്ലിഫ് വഴിയാണ് വരുന്നത്. അവിടെ നിന്ന് വരുമ്പോൾ ലാസ്റ്റ് ഇവിടെ ആയിരിക്കും വന്ന് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടുന്ന് തുടങ്ങാൻ പോവാ. ഇവിടുന്ന് തുടങ്ങും, അങ്ങോട്ടേക്ക് പോവും. അപ്പോ സ്പാ വേണ്ടല്ലോ. കുഴപ്പമില്ല, മരുന്ന് കഴിച്ച് മാറ്റാം. ന്യൂട്രീഷനിസ്റ്റ് അല്ലേ. ഭക്ഷണ രീതിയിലൂടെ എങ്ങനെ ആരോഗ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. പാരാഗ്ലൈഡിങ് ഇവിടെ പാരാഗ്ലൈഡിങ് ഉണ്ട്. പക്ഷേ ക്ലൈമറ്റ് പ്രശ്നം. എൻ്റെ കോസ്റ്റ്യൂം തന്നെ നോക്ക്. ഫസ്റ്റ് കോസ്റ്റ്യൂം മാറ്റണം. കോസ്റ്റ്യൂം മാറ്റാനായിട്ട് ഫസ്റ്റ് കട ചായ വേണ്ട, പിരിയും. ഇല്ല അവിടുന്ന് ഇത്രയും ദൂരം നടന്ന് അവിടുന്നാണ് ഈ സ്പോട്ട് നമ്മൾ കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ മലയുടെ മണ്ടയില് അതിതായിരുന്നു. ഇത്ര അടുത്തായിരുന്നല്ലേ. പക്ഷെ എന്നാ പിന്നെ ഇന്നലെ രാത്രി വരായിരുന്നു. പ്രത്യേകം എന്താണെന്നറിയോ, ഞാൻ വർക്കല മിക്ക ടൈമിൽ വന്നാലും ഭയങ്കര തിരക്കാ. കാരണം വരുന്നത് ഫുള്ള് ഉച്ചയ്ക്ക് വൈകിട്ട് ഉച്ചയ്ക്ക് വരുമ്പം ഫുഡ് കഴിക്കാൻ കയറും. പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും മോസ്റ്റ്ലി 3 മണി കഴിഞ്ഞിട്ടായിരിക്കും വർക്കല വന്നിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് മൈക്ക് കാലുള്ളിക്കും. ഫസ്റ്റ് ടൈമാണ് എന്താ രാവിലെ വരുന്നത്. അപ്പം അതിൻ്റെ ഇപ്പൊ നോക്കിയേ, ഞാൻ
കേറ്റം കേറി 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 അയച്ചതാ. ഒറ്റ മനുഷ്യരില്ല കണ്ട, ബാക്കിൽ തന്നെ കണ്ട. Look at this. പോയില്ലല്ലോ. ആരേപ്പാ പാട്ട് കേൾക്കുന്നില്ലേ? പാട്ടപ്പം നിന്ന് അറിഞ്ഞില്ലല്ലേ? നല്ല ഹൈലൈറ്റഡുള്ള സാധനം ഇത്. ഈ മുള എത്രയോ വർഷങ്ങളായിട്ട് ഉണ്ട്. ഇത് ഇതുവരെ എടുത്തു വേണം. ഇതെന്തിനാണ് ഇതിവിടെ വെച്ചേക്കുന്നത്? ഓ, അവിടെ ട്രബിളാ, അവിടെ പൊളിഞ്ഞിറങ്ങുന്നതാണ്. നമ്മുടെ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കല ക്ലിഫില് ഇവിടെ എന്തൊക്കെയുണ്ടാ മാക്സിമം എല്ലാം നോക്കുക, എല്ലാം ക്യാപ്ചർ ചെയ്യുക. ദീർഘം സമയം 10 മണി, ചൂട് ജസ്റ്റ് ഇതിലേതായി എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ ചോക്ലേറ്റ് പക്ഷേ വെറൈറ്റി ട്രൈ ചെയ്യണം ബ്രോ. Lemon cream, blueberry, nice. This which flavor? Mississippi mud. What? Mississippi mud, chocolate. Chocolate. Take. Cone or cup? Cone. ഇതല്ല. I don't like my mind. എന്തിനാ വെറുതെ ചിന്തിക്കുന്ന? മലയാളം ഒരു പുറത്താണുള്ളത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കമ്പനി വേണ്ട, ബാക്കി പൈസ അടിച്ചിട്ട് നമുക്ക് തെറിക്കാം. എല്ലാവരും എന്നെ നോക്കുന്നു. സ്കൂൾ ഓഫ് യോഗ എന്ന് പറഞ്ഞാൽ നല്ലതല്ലേ? അല്ലാതെ കീറുവേ ഏതോ പൊട്ടിപ്പൊളിഞ്ഞു പോയി കടയുണ്ട്. ഇത് കണ്ട് ഈ ബോർഡ് കണ്ടിട്ട് നമ്മൾ വന്നത് സ്കൂൾ ഓഫ് യോഗ ചെയ്യാനുണ്ട്. വെള്ള ഷർട്ടിൽ പറ്റി ഷർട്ട് പിന്നെ ഷർട്ടിടില്ല, ഷർട്ട് മാറ്റണം. അഴിക്കയൊക്കെ ചീച്ചി ഞാൻ എത്ര പെട്ടെന്ന് അലിയെന്ന് പറഞ്ഞില്ല, കിട്ടി പറഞ്ഞ അലിയാന്ന്. ഇത് കഴിച്ച് തീരാതെ എങ്ങനെയാണ് ഡ്രസ്സ് വാങ്ങിക്കും? പിന്നെ എന്തിനാ ഇതിപ്പോ വാങ്ങിച്ചേ? ചൂടെടുത്ത്, പക്ഷെ ചൂടെടുത്ത് ഇത്ര നടന്ന് ക്ഷീണിച്ചിരുമ്പോ വെള്ളമല്ലേ കുടിക്കണ്ടേ? ഞാൻ എന്തിനാ ഐസ്ക്രീം പോയി മേടിച്ചേ? ടാറ്റു അടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അവസ്ഥ നമ്പർ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അവസ്ഥ എന്താന്ന് മനസ്സിലായല്ലോ, പൂട്ടിട്ടേക്കോ. പക്ഷെ ഇവിടെ നിന്നൊക്കെ പോയി അടിക്കാവൂ, എയ്ഡ്സ് വല്ലതും പകരുമെന്നാ പേര്. വായിച്ചോക്കട്ടെ. Brazilian meditation set, throat and palm read will keep panic. Aroma healing and sound vibration therapy, crystal healing, advanced healing meditation, sound healing. Kerala spices. അതെ, ടൂർസ് ആൻഡ് ട്രാവൽസ്. അവർക്കൊരു പരസ്യമൊന്നും വേണ്ട. ഞാൻ തന്നെ അവരുടെ പരസ്യം പെട്ടെന്ന് ഞാനിങ്ങനെ എന്തോ പോയി ഫ്രീ ആയിട്ടൊക്കെ പരസ്യം എടുക്കാൻ തുടങ്ങി. ഷൂ, എൻ്റെ ഫാൻസ് ഇതൊക്കെ അറിഞ്ഞാലേ. അതുകൊണ്ട് ഈ ഇവിടുന്ന് അവിടെ ഒരു വട്ടം കയറിയിട്ടുള്ളൂ, പിന്നെ കയറിയിട്ടില്ല. അല്ലേ, ഞാൻ ഒരു വട്ടം കയറി, അങ്ങനെയല്ല, ഒരു വട്ടം കയറി ഫോട്ടോ പോസ്റ്റ് ചെയ്തായിരുന്നു, എടുത്തിട്ടാണ് അങ്ങനെ അത് കണ്ടത്. ഇൻസ്റ്റ കിടപ്പുണ്ട്, ഞാൻ മറ്റല്ല ഓർക്കൊക്കെ കുത്തിയിരുന്നു കഴിക്കുന്നത്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ,
എൻ്റെ ശരീരം ഫുള്ള് നോക്ക്, ഫുള്ള് ഐസ്ക്രീമായി. പാൻറ് മുതൽ എല്ലായിടത്തും പോയി, അതും വെള്ള ഷർട്ട്. പക്ഷെ അത് ഡ്രസ്സുകളുണ്ട്. ഐസ്ക്രീം തിന്നാതെ എങ്ങനെയാണ് ഡ്രസ്സ് വാങ്ങിക്കുന്നത്? മൊത്തത്തിൽ ഇപ്പൊ പണിയല്ലേ, കളയാനും വയ്യ, സാധനം തീരുന്നുമില്ല. കുടിച്ചെന്താ പറയുന്നത്? ഇവിടെയൊന്നും കടൽ തുറന്നില്ല, 10 മണിയായി. നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഇപ്പോ ഇവിടെ നടക്കില്ല, കാരണം കടകൾ തുറക്കട്ടെ, എന്നാലേ അത് നടക്കും. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി തെറ്റിയ അത് ഇവിടെ നിന്ന് പണി കിട്ടി. ഇത് നോക്ക്, അടുത്തത് ഐസ്ക്രീം ഞാൻ ഫുള്ള് കഴിച്ചു. പിന്നെ കഴിക്കാറ് നിങ്ങൾ ഉണ്ടായോണ്ടാണ് ഞാൻ ഇപ്പൊ കഴിച്ചത്, അല്ലെങ്കിൽ ഞാൻ കഴിക്കത്തോണ്ടില്ല. ഞാൻ വീട്ടിൽ ഒരു ജോഡിയും കൊണ്ട് ഇറങ്ങിയതാണ്. ഒരു ഫാൻ കിട്ടും, ആശ്വാസം.